بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب الحياء من الإيمان ബാബുൻ ഇതൊരു ബാബാകുന്നു. അൽ ഹയാഉ ലജ്ജ മിനൽ ഈമാൻ ഈമാൻ കാര്യങ്ങൾ ഈമാനിൽപ്പെട്ടതാകുന്നു. ഈമാനിൻ്റെ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഹയാ എന്ന് പറയുന്നത്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിലെ 16-ാമത്തെ ബാബാണ് നാം ഓതുന്നത്. നമ്മുടെ ഈ വേദശേഷ മഹാസത്യപാതാരം എന്ന ദർസിലെ 68-ാമത്തെ ദർസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ കുറച്ച് മുമ്പ് ബാബു ഉമൂരിൽ ഈമാൻ എന്ന് പറയുന്ന ബാബിൽ ഈമാൻ കാര്യങ്ങൾ എണ്ണി പറഞ്ഞ കൂടത്തിൽ ഈമാൻ 60 ചില്ലാനമാണ് അല്ലെങ്കിൽ 70 ചില്ലാനമാണ് എന്ന് പറഞ്ഞു. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഉമൂറുൽ ഈമാൻ ഹയാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഹദീസ് ഒരു പ്രത്യേക സനദോട് കൂടെയുള്ള ഒരു ഹദീസാണ്. അതിനേക്കാളും അതുപോലെയുള്ള വേറെ സനദിൽ കൂടെ വന്ന വേറെ ഒരു മത്തിനാണ് ഇത്. മത്തിനും വ്യത്യാസമുണ്ട്, സനദും വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഹദീസാണ്. ഓരോന്ന് എണ്ണിപ്പറയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അവിടെ ടോട്ടലായി പറഞ്ഞു, ഇവിടെ തഫ്സീലായി പറഞ്ഞു. അപ്പോൾ ആവർത്തനം എന്ന് പറയില്ല, മുമ്പ് സൂചിപ്പിച്ച മാതിരി. ഹയാ എന്ന് പറഞ്ഞാൽ ഖുലുഖുൻ യബ്അസു അലസ്തിനാബിൽ കബീഹി വയംനഉ മിനത്തഖ്സീരി ഫീ ഹഖ്ഖി ദിൽ ഹഖ്ഖി വനഹ്വിഹി. നല്ല തഫ്സീറാണ് ഈ പറഞ്ഞത്. ലജ്ജ എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യങ്ങളെ വെടിയുന്നതിൻ്റെ മേലിൽ പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവം. ഒരു അവകാശം വെച്ച് കൊടുക്കുന്നവനോ അവകാശമുള്ളവനെ പോലെയുള്ളവൻ്റെയോ ഹക്കിൽ വീഴ്ച വരുത്തലിനെ തൊട്ട് തടയുകയും ചെയ്യുന്ന പ്രത്യേകമായ സ്വഭാവം. ഉദാഹരണം അള്ളാഹുവിനെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ ഒരു കാര്യം, നിർബന്ധമായോ സുന്നത്തായോ കൽപ്പിച്ചൊരു കാര്യം, ആ കാര്യം ചെയ്യാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും? അങ്ങനെ ഒരു ചെറുതാവൽ അവനിക്കുണ്ടായിത്തീരും. അള്ളാഹ് കൽപ്പിച്ച കാര്യം ചെയ്യാത്ത ഞാൻ എന്തിനു പറ്റും? അത് വാജിബാണോ സുന്നത്താണോ എന്നോട്ട് അള്ളാഹ് കൽപ്പിച്ചോ, അത് ചെയ്യേണ്ടവനല്ലേ ഞാൻ, അത് ചെയ്യാത്ത എന്നെ എന്തിനു പറ്റും എന്ന് പറയുന്ന ഒരു കുറവ് അവനിക്ക് തോന്നുക. അള്ളാഹു വിരോധിച്ച വല്ല കാര്യങ്ങളും അവൻ്റെ മുമ്പിൽ പെടുമ്പോൾ ഞാൻ അത് ചെയ്താൽ പിന്നെ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ എന്താകും? അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും എന്നുള്ളൊരു ചെറുതാവൽ അവനിക്കുണ്ടായിത്തീരുകയും ആ അള്ളാഹു വിരോധിച്ച ഭാഗത്തേക്ക് അവൻ പോകൂല. ഹറാമാണോ കറാത്താണോ തഫ്സീലൊന്നും അവനെ ചെയ്യൂല. അള്ളാഹ് അത് വിരോധിച്ചില്ലേ, പിന്നെ അള്ളാഹിൻ്റെ മുഖത്തേക്ക് അള്ളാഹ് പാക്കിഷ്ടമില്ലാത്തൊരു കാര്യവും ചോദിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും? ഈ ഒരു അവസ്ഥ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമല്ല, അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ ഉസ്താദന്മാർ, ഗവൺമെൻറ്, മറ്റുള്ള വേറെ ഏത് വിഷയത്തിലും ഒരു വിരോധിക്കപ്പെട്ട കാര്യം ചെയ്തിട്ട് അവനെ പിടികൂടിയാൽ ആ വിരോധിക്കപ്പെട്ട കാര്യത്തിൻ്റെ മേലിൽ എന്നെ ചോദ്യം ചെയ്താൽ ഞാൻ എന്തിനു നന്ന്? ഞാൻ ചെറുതാവൂലേ? അവനക്കൊരു ചെറുതാവൽ അവനക്ക് അനുഭവപ്പെടണം. കുറ്റക്കാരനായി എന്നെ ഒരു കാരണവശാലും പിടിക്കപ്പെടരുത്. ആ കുറ്റക്കാരനായി പിടിക്കപ്പെടലിന്, അതപകേടുള്ളവനായി പിടിക്കപ്പെടലിന് അവനക്ക് പോരായ്മയായി തോന്നണം. ആ തോന്നലിനേക്കാണ് ലജ്ജ എന്ന് പറയുന്നത്. അതിക്കാണ് ഹയാ.
നല്ല വ്യാഖ്യാനാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും ലജ്ജ ഉള്ളവനായി തീരും. നമ്മുടെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പ് എന്ന് പറയും. എനിക്ക് തന്നെയാണ് ഹയാ. അവനക്ക് മാന്യതയും മാനക്കെടും വേർതിരിച്ചറിയാം. അവൻ ജീവിക്കുന്ന ഭൂമിയിൽ അള്ളാഹുവിൻ്റെയോ അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളുടെയോ നിബന്ധനകൾക്ക് നിയമങ്ങൾക്ക് നിയമം കൽപ്പിക്കേണ്ട ആളുടെ നിയമത്തിനിക്ക് എതിര് നിൽക്കലിനെ തൊട്ട് അവനക്ക് മടി, അവനക്കൊരു ചെറുതാവൽ, അവനെ ഒരു കേസിനും പിടിക്കപ്പെടരുത് എന്നുള്ള ചിന്ത ഉണ്ടായിത്തീരുക. അതുണ്ടായി കഴിഞ്ഞാൽ അത് ഈമാന്റെ ഭാഗമാണ്. അത് അള്ളാഹുവിനെ കൊള്ള ചേർത്ത് നോക്കിയിട്ടുള്ള ആരും വേണ്ടില്ല, പടപ്പുകളെ ചേർത്ത് നോക്കിയിട്ട് ആരും വേണ്ടില്ല. ഹയാ മുഴുവനും ഖൈറാൻ. ഹദീസിലുള്ള കാര്യമാണത്. അതാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല ونفعنا بعلومه آمين. حدثنا عبد الله بن يوسف قال أخبرنا مالك بن أنس عن ابن شهاب عن سالم بن عبد الله عن أبيه رضي الله عنهم أن رسول الله صلى الله عليه وسلم مر على رجل من الأنصار وهو يعظ أخاه في الحياء فقال رسول الله صلى الله عليه وسلم دعه فإن الحياء من الإيمان. ഈ ഹദീസിലെ സനദിൽ 5 ആളുകളാണുള്ളത്. ഒന്ന്, മുമ്പ് നാം പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് എന്നവർ. അവരുടെ ഉസ്താദായിട്ട് വരുന്നത് മാലിക് ബിൻ അനസ്, ഇമാമു ദാരിൽ ഹിജ്റ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അവരുടെ ഇത് കരീമ എന്ന റാവിയുടെ റിവായത്താണ് മാലിക് ബിൻ അനസ് എന്നത്. മറ്റുള്ളവർ ഹദ്ദസന മാലിക്കുൻ എന്ന് പറഞ്ഞവരുണ്ട്, അഖ്ബർന മാലിക് എന്ന് പറഞ്ഞവരുണ്ട്, ഇബ്നു അനസ് എന്നില്ലാതെ. അനിബിന് ശിഹാബിൻ, ബഹുമാനപ്പെട്ട ഇബ്നു ശിഹാബ് എന്ന സുഹ്രി ഇമാമിനെ തൊട്ട് സുഹ്രി ഇമാമിൻ്റെ ഉസ്താദ് അൻ സാലിം ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ. സാലിം ഇബ്നു അബ്ദില്ലാഹ് എന്ന് പറയുന്ന മഹാൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ പ്രിയപ്പെട്ട മകൻ സാലിം എന്നവർ. ധാരാളം ചരിത്രങ്ങളുള്ള സ്വഹാബത്തിൻ്റെ താബിഈങ്ങളുടെ കൂട്ടത്തിൽ, സ്വഹാബിയല്ല താബിഈയാണ്, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് അവിടെ ജനനം. ഹിജ്റ 106 അല്ലെങ്കിൽ 107 അവിടെ വഫാത്തുള്ളത്. ഹജ്ജ് കഴിഞ്ഞ് വരുമ്പം വഴിയിൽ വെച്ചാണ് മദീനയുടെ അടുത്ത സ്ഥലത്ത് വെച്ചിട്ടാണ് മരണപ്പെട്ടു പോയത്. അവരുടെ ജനാസ ഖബറടക്കിയിട്ടുള്ളത് ബഖീൽ ഉൽഖദിലാണ്. ബഹുമാനപ്പെട്ട സാലിം ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ ഖുറശിയാണ്, അദവിയാണ്, താബിഈയാണെന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാം അറിയുന്ന കാര്യമാണ്. ഫുഖഹാഉ സബ്അ ബിൽ മദീന, ഫുഖഹാഉ സബ്അയിൽപ്പെട്ടവരാണ്. അവരുടെ ഏറ്റവും വലിയ ധാരാളം മദ്ഹുകളിൽപ്പെട്ട മദ്ഹാണ് മദീന. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഗവർണറായപ്പോൾ അവർ മദീനയിലെ മഹാപണ്ഡിതന്മാരിൽ നിന്ന് 7 ബഹ്റുകളെ തിരഞ്ഞെടുത്തിരുന്നു. ആ 7 ബഹ്റുകളിൽ പെട്ടവരാണ് സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, സാലിം റളിയല്ലാഹു അൻഹു, ഖാസിം റളിയല്ലാഹു അൻഹു, ഉർവ റളിയല്ലാഹു അൻഹു, ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹു, ഖാരിജ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള 7 ആളുകൾ. അതിൽ 7ാമത്തെ ആള് സാലിമിനെ സംബന്ധിച്ച് പറയുന്നവരുണ്ട്, വേറെ അബ്ദുറഹ്മാനെ പറ്റി പറയുന്നവരുണ്ട്, വേറെ ആളെയും പറയുന്നവരുണ്ട്. അതിനുള്ള കാരണം ചരിത്രം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ആദ്യ നിർണയത്തിൽ സാലിം എന്നവരുണ്ടായിരുന്നില്ല.
പിന്നെ അതിൽപ്പെട്ട 7-ൽപ്പെട്ട ഒരാൾ മരിച്ച വഫാത്തായപ്പോൾ അവരുടെ സ്ഥാനത്തേക്ക് സാലിം എന്നവരെ കയറ്റിയതാണ്. അങ്ങനെ എന്തായാലും ഫുഖഹാഉ സബ്ഇൽപ്പെട്ടവരാണ്. നമ്മുടെ മുസാവറ മെമ്പർമാർ എന്ന് പറയുന്നത് 40 ആളെ ഉണ്ടാവുള്ളൂ. എണ്ണുമ്പോൾ 40-ലേറെയല്ല, 400-ലേറെ ആളുണ്ടാവും. അത് നിശ്ചയിച്ചോടെ മുതൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് പലരായി കയറി വന്നിട്ടുണ്ടാവും. ഓരോരുത്തർക്ക് സ്ഥാനത്ത് മറ്റൊരാൾ വരുന്നതാണ് എന്ന മാതിരി കൂട്ടിയാൽ മതി. അതാണ് 9 ആളെ പേര് ചിലപ്പോൾ ചരിത്രം നോക്കിയാൽ കാണുന്നതുണ്ട്. അങ്ങനെ ആ ഫുഖഹാഉ സബ്അ അവരുടെ ദൗത്യം എന്താ? എന്ത് പ്രതിസന്ധികൾ, എന്ത് കേസുകൾ, എന്ത് മസലകൾ മദീനയിൽ വന്നാലും അത് ഈ 7 ആളുടെ ശൂറയിലേക്ക് വിടണം. എന്നിട്ട് അവർ 7 ആളും ഇരുന്ന് സംസാരിച്ച് അതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തുകൾ നടന്ന് ഖുർആനും ഹദീസുമായി തട്ടിച്ച് നോക്കി അതിൻ്റെ മുമ്പുള്ള മഹാന്മാരായ ഖുലഫാഇൻ്റെ ഹുക്കുമുകളുമായി ബന്ധിപ്പിച്ച് അത് ഏറ്റവും അവിടുത്തെ ന്യായം ഏത്, അവിടുത്തെ അല്ലാഹുവിൻ്റെ വിധി ഏത് എന്ന് അവർ പറയണം. അതെ അതിൻ്റെ ശേഷമുള്ള മുഫ്തിമാരും മറ്റുള്ള കാളിമാരും പറഞ്ഞുകൂടൂ, നടത്തിക്കൂടൂ. അങ്ങനെയുള്ള ദീനിൻ്റെ വിഷയങ്ങൾ പറയാൻ പൂർണ്ണാധികാരമുള്ള 7 ആള്. ആ 7 ആളിൽപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സാലിം ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു. സാലിം ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽ വെച്ച് അബ്ദുല്ലാഹി ബിൻ ഉമറിനോട് ഏറ്റവും ബന്ധമുള്ളവരായിരുന്നു റളിയല്ലാഹു അൻഹും. ആ അബ്ദുല്ലാഹി ബിൻ ഉമർ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ബോഡി ഷേപ്പ് കൂടുതലുള്ളവരായിരുന്നു. ഉമർ ഖത്താബിൻ്റെ ബോഡി ഷേപ്പുള്ള മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ. ആ അബ്ദുല്ലാഹി ബിൻ ഉമറിൻ്റെ ബോഡി ഷേപ്പുമായിട്ടും ബന്ധമുള്ളത് ബഹുമാനപ്പെട്ട സാലിം ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനക്ക് മക്കളിൽ വെച്ച് ഏറ്റവും സ്നേഹമുള്ള മകൻ സാലിം ബിൻ അബ്ദില്ലയാണ്. സാലിം റളിയല്ലാഹു അൻഹു ആണ്. സാലിമിനെ ബഹുമാനപ്പെട്ടവർ ജനമധ്യത്തിൽ വെച്ച് പിടിച്ച് ചുംബിച്ചിട്ട് പറയും, ജനങ്ങളെ മുഖത്ത് നോക്കിയിട്ട്, ഒരു ഷെയ്ഖ് മറ്റൊരു ഷെയ്ഖിനെ ചുംബിക്കുന്നു എന്ന് അവരുടെ മുമ്പ് പറയും ചെയ്യും. കാരണം അത്രയും ഇഷ്ടമായിരുന്നു. എപ്പം കണ്ടാലും സാലിമിനെ കണ്ടാൽ ചെറിയ കുട്ടികളെ ചുംബിക്കും പോലെ പിതാവ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചുംബിക്കും. ആ ഒരു ബന്ധം വല്ലാതെ കൂടുതലായി. പലരും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നത് എന്തൊരു സ്നേഹമാണ്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയും, യലൂമൂനനി ഫീ സാലിമിൻ വഅലൂമുഹും വജിൽദതും ബൈനൽ ഐനി വല്ലംഫിസാലിമോ എന്ന് ഒരു ബെയ്ത്ത് പാടുകയും ചെയ്യും. ആ ആ ബഹുമാനത്തെ, ആ സ്നേഹത്തെ ആക്ഷേപിക്കുന്നവരെ ഞാനും ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു വല്ലാത്ത ബന്ധമായിരുന്നു. സാലിം റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിൻ്റെ പേരക്കുട്ടിയാണെങ്കിൽ പോലും ജീവിതശൈലി വളരെ ചുരുങ്ങിയത് കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. അവരുടെ തോട്ടങ്ങളിൽ, അവരുടെ പറമ്പുകളിൽ സ്വയമായി ജോലി ചെയ്യും. അവരുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ സ്വന്തം പിതാവിനെ പോലെ തന്നെ അങ്ങാടിയിൽ പോയി സ്വയം വാങ്ങിക്കൊണ്ടുവരും. അവർക്ക് അടിമകളുണ്ട്, വെള്ളാട്ടികളുണ്ട്, അവരൊന്നും വെക്കൂല. സ്വന്തം ആവശ്യത്തിനുള്ള സാധനം സ്വയം പോയി വാങ്ങിക്കൊണ്ടുവരും. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ്. യഹ്യയിലുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. സാലിം റളിയല്ലാഹു അൻഹു ചിലപ്പോൾ ധരിക്കുന്ന വസ്ത്രം, ശരീരത്തിലുള്ള ആകെ വസ്ത്രം ഒന്നായിട്ട് വില നോക്കിയിട്ടാൽ 2 ദിർഹമിൻ്റെ വില ഉണ്ടാവില്ല എന്നാണ്. ഏറ്റവും ചുരുങ്ങിയ വിലയാണ് പറയുന്നത്. ഒരു ദിവസം സാലിം റളിയല്ലാഹു അൻഹു അന്നത്തെ ഭരണാധികാരിയായ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്നവരുടെ സദസ്സിലെത്തിയപ്പോൾ സുലൈമാൻ എന്നവർക്ക്, രാജാവിനിക്ക്, ഖലീഫക്ക് സാലിമിനോട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ സാലിമിനെ പിടിച്ച് കൊണ്ടുപോയി, ആനയിച്ച് കൊണ്ടുപോയി സാലിം രാജാവിൻ്റെ അതേ സ്ഥാനത്തവിടെ എത്തുമ്പോൾ സദസ്സിൽ ധാരാളം ആളുകളുണ്ട്. ആ സദസ്സിൽ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നത് സാലിം എന്നവരുടെ പങ്ങളെ കുട്ടിയാണ്.
അപ്പോൾ സാലിം എന്നവർ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനിക്ക് അമ്മാവനാണ്, ഉമ്മാന്റെ സഹോദരനാണ്. അങ്ങനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉള്ള ആ സദസ്സിലാണ് സാലിമിനെ സുലൈമാൻ എന്നവർ ഖലീഫ അവരുടെ സ്ഥാനത്ത്, ഉയർന്ന സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ സദസ്സിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തോണ്ടിയിട്ട് ഒരാൾ പറയാണ്, നിങ്ങളുടെ ഈ അമ്മാവന് ഒരു രാജസദസ്സെല്ലാം വരുമോ ഒരു നല്ല ഫഖറുള്ള ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇട്ട് വന്നൂടെ, ഇതുപോലുള്ള അരക്കായ്ക്കില്ലാത്ത ഡ്രസ്സ് ഇട്ട് വരണോ, അതൊക്കെ രാജസദസ്സിന് യോജിച്ചതല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു, അയാൾ വലിയ രാജസദസ്സക്ക് വേണ്ടി വലിയ ഡ്രസ്സെല്ലാം വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ അമ്മാവൻ ആ ധരിച്ച വസ്ത്രങ്ങൾ ഇട്ടത് കാരണം അദ്ദേഹത്തിനിക്ക് നിന്റെ ഈ അവസ്ഥ, ഇത്രയും താഴ്ന്ന അവസ്ഥ രാജസദസ്സിൻ്റെ അങ്ങേ മൂലയിലാണ് ഇയാൾക്ക് സീറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഇത്രത്തോളം അത് എൻ്റെ അമ്മാവൻ ഏതായാലും താവൂല. ഇനി നീ ഈ ഒരു ഡ്രസ്സ് ഇട്ടത് കൊണ്ട് തന്നെ, ഇത്രയും വലിയ ഡ്രസ്സ് അണിഞ്ഞത് കൊണ്ട് നീ ഒരു കാരണവശാലും എൻ്റെ അമ്മാവൻ്റെ സ്ഥാനത്തേക്ക് എത്തുകയുമില്ല. ഇപ്പം ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ആൾ വലുതാവില്ല, ഡ്രസ്സ് കുറഞ്ഞതുകൊണ്ട് ആൾ ചെറുതാവില്ല. പിന്നെ അയാൾ മുണ്ടിട്ടില്ല. അതുപോലെ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിൻ്റെ ശേഷം ഭരിച്ച ഹിഷാം ബിൻ അബ്ദുൽ മലിക് ഒരു ദിവസം ഹിജ്ർ ഇസ്മായിൽ, മക്കയിലുള്ള കഅബന്റെ തൊട്ടുഭാഗത്തുള്ള ഹിജ്ർ ഇസ്മായിൽ, ആ ഹിജ്ർ ഇസ്മായിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവർ രണ്ടാവും തന്നെ ഉള്ളൂ, വേറെ ആരും അങ്ങോട്ട് കയറ്റിയിട്ടില്ല. രാജാവ് വന്നപ്പോൾ, ഹിഷാം ബിൻ അബ്ദുൽ മലിക് വന്നപ്പോൾ പിന്നെ വേറെ ആളും കയറ്റിയിട്ടില്ല. അങ്ങനെ സാലിമിനോട് ഹിഷാം പറയാണ്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ എന്നോട് ചോദിക്കൂ. സാലിം പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ വീടല്ലേ, കഅബൻ്റെ ഒരു ഭാഗമാണല്ലോ, മുസ്ലിമീങ്ങൾക്ക് കയറി ഇറങ്ങാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹിക്മത്തായി കഅബയിൽ നിന്നൊരു ഭാഗം പുറത്തേക്ക് ഉന്തിയതായ പുറത്തേക്കുള്ള ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലമാണല്ലോ ഹിജ്ർ ഇസ്മായിൽ, കഅബൻ്റെ ഉള്ളാണല്ലോ. ഈ അള്ളാഹുവിൻ്റെ വീട്ടിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരോട് ഒരു കാര്യവും ചോദിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അവിടെ എനിക്കൊന്നും ഇപ്പോഴും ചോദിക്കൂല. അങ്ങനെ സുലൈമാൻ പുറത്തിറങ്ങി, അല്ല ഹിഷാം പുറത്തിറങ്ങി. ഹിഷാം ബിൻ അബ്ദുൽ മലിക് രാജാവാണ്. സാലിം റളിയല്ലാഹു അൻഹു ഹിജ്ർ ഇസ്മായിലെ ദുആകൾ കഴിഞ്ഞു, തവാഫ് കഴിഞ്ഞു, പുറത്തിറങ്ങിയപ്പോൾ രാജാവ് വെയിറ്റ് ചെയ്യാണ് പുറത്ത്. കഅബയിൽ നിന്ന്, മത്താഫിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലേ, നിങ്ങളുടെ ആവശ്യം എന്ത് എന്നോട് ചോദിക്കണം. അപ്പോൾ സാലിം എന്നവർ ചോദിച്ചു, നിങ്ങളോട് ഞാൻ ചോദിക്കേണ്ടത് ദുന്യാവിൻ്റെ ആവശ്യമാണോ അതല്ല ആഖിറത്തിൻ്റെ ആവശ്യമാണോ? അവർ ആഖിറത്തിൻ്റെ ആവശ്യമൊന്നും എൻ്റെ അടുക്കലില്ല, സ്വർഗ്ഗം എൻ്റെ അടുത്തല്ല, നരകത്തോട്ട് കാക്കൽ എൻ്റെതല്ല, ഹിസാബ് എൻ്റെ അടുത്തല്ല, ഹൗള എൻ്റെ അടുത്തല്ല, ഒന്നും എൻ്റെ അടുത്തില്ല, ആഖിറത്തിൻ്റെ കാര്യമില്ല ഞാൻ പറയുന്നത്. ദുന്യവിയായ എന്തെങ്കിലും ആവശ്യം എന്നോട് ചോദിച്ചോ ഞാൻ തരാം, അതാ ചോദിക്കണത്. അപ്പോൾ സാലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദുന്യാവിൻ്റെ യഥാർത്ഥ ഉടമവകാശിയോട് ഞാൻ ദുന്യാവ് ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നിട്ടല്ലേ നിങ്ങളെപ്പോലെയുള്ള ഉടമവകാശമില്ലാത്ത ആളുകളോട് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഹിഷാം അങ്ങനെയുള്ള ഒരു വർത്തമാനത്തിലേക്ക് മുഴുകിയിട്ടില്ല. ധാരാളം കിസ്സകളുള്ള മഹാനാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, എന്താ, മുൻകഴിഞ്ഞതായ സ്വഹാബത്ത് താബിയകൾ അവരുടെ ജീവിതത്തിൻ്റെ തനിരൂപം വറയിലും തഖ്വയിലും അമലിലുമായുള്ള ആ വറയിൻ്റെ തനിരൂപമാണ് ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു. സാലിമിൻ്റെ മാതിരി തഖ്വയിലും സുഹദിലും മുൻകഴിഞ്ഞു പോയവരുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ തനി പകർപ്പ് സാലിം റളിയല്ലാഹു അൻഹു മാത്രമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയും. പിന്നെ മാത്രവുമല്ല, ലോകത്ത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരിൽ വെച്ച് അസഹുൽ അസാനീദ്,
അതാരാണ്? ഇമാം മാലിക് പറയുന്നു ഇബ്നു ശിഹാബ്. അവർ സാലിം ബിൻ അബ്ദില്ലാനെ തൊട്ട്, സാലിം ബിൻ അബ്ദില്ലയുടെ പിതാവായ അബ്ദുല്ലാഹി ഉമറിനെ തൊട്ട്, അബ്ദുല്ലാഹി ബിൻ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട്. ഇപ്പം നമ്മൾ ഓതുന്ന ഈ സനദ്, ഈ സിനാദ് അതിൽപ്പെട്ടതാണ്. മാലിക് ബിൻ അനസ് അൻ ഇബ്നു ശിഹാബ് അൻ സാലിം ബിൻ അബ്ദില്ല അൻ നബീഹി. ഈ സനദാണ് ലോകത്ത് ഏറ്റവും വലിയ ഹദീസിന്റെ സനദുകളിൽ വെച്ച് ഏറ്റവും വലിയത്. അതാണ് റാജിഹ്. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് സുഹരിയുടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തിപ്പെടുന്ന സുഹരിന്റെ ഹദീസുകൾ വെച്ച് ഏറ്റവും നല്ലത്. അങ്ങനെ പലരും പലതായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ലിത്തിനാക്ക് അസഹുൽ അസാനീദ് ഏതെന്ന് ചോദിച്ചാൽ മാലിക് ബിൻ അനസ് അൻ ഇബ്നു ശിഹാബ് അൻ സാലിം ബിൻ അബ്ദില്ല അൻ നബീഹി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അസഹുൽ അസാനീദ്. ഹദീസിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ എങ്ങനെയാണോ സ്വഹാബത്തിന്റെ വക്കൽ നിന്ന് മഹാനവറുകൾ കേട്ടത്, ആ കേട്ട അതേ വാക്കുദ്ധരിക്കാൻ ഇൽമുൽ ഹദീസ് ഒരു സംഭവമായി ലോകത്ത് അവതരിപ്പിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സാലിം ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു. അവരാണ് നമ്മുടെ ഈ ഹദീസിന്റെ റാവി. അവർ റിവായത്ത് ചെയ്യുന്ന പിതാവായ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് ചരിത്രം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ സഞ്ചരിച്ചു, അലാ റജുലിൻ മിനൽ അൻസ്വാർ, അൻസ്വാറുകളിൽപ്പെട്ട ഒരു റജുലിൻ്റെ അരികത്തിൽ കൂടെ സഞ്ചരിച്ചു. വഹുവ ആ അൻസാരി യഇളു ഉപദേശിക്കുന്നു, അഖാഹു തൻ്റെ സുഹൃത്തിനെ. അവിടെ ഇമാമിങ്ങൾ രണ്ടർത്ഥം വെച്ചിട്ടുണ്ട്. സുഹൃത്ത് എന്ന് വനാക്കുള്ള ആക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, നേരെ ഉടപ്പറപ്പ്, വാപ്പയോ ഉമ്മയോ ഒന്നായിട്ടുള്ള ആള്, എങ്കിൽ രണ്ടാളും ഒന്നായിട്ടുള്ള ആള്, നേരെ സഹോദരൻ, നേരെ അനുജൻ എങ്കിൽ ജ്യേഷ്ഠൻ എന്ന വനാക്കുള്ള ആക്കാണ് എന്നും, അതല്ല സുഹൃത്തുക്കൾക്ക് പറയുന്ന ആക്കാണ് എന്നും രണ്ട് അഭിപ്രായമുണ്ട്. ഈ രണ്ട് അൻസാറുകൾ, വയല് പറയുന്ന റജുലായ അൻസാരിയും വയല് കേൾക്കുന്ന അഹവും, ഇത് രണ്ടും ആരാണെന്ന് പേര് വന്നിട്ടില്ല. ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പ്രത്യേകം പറയുന്നുണ്ട്, പേര് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഏത് വിഷയത്തിലാണ് ഉപദേശിക്കുന്നത്? ഫിൽ ഹയാ, ഹയാവിൻ്റെ വിഷയത്തിൽ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അദബുൽ മുഫ്രദിൽ പറയുന്നുണ്ട്, ആ ഉപദേശിക്കുന്ന വിഷയം എങ്ങനെയാണ്? എന്താ? നിനക്ക് വല്ലാത്ത ലജ്ജയാണ്, ഈ ലജ്ജ കാരണം നിനക്ക് പല സംഗതികളും മുടങ്ങിപ്പോകുന്നുണ്ട്, അതുകൊണ്ട് ഈ ലജ്ജ നീ ഒഴിവാക്കണം, ഇങ്ങനെ നാണിച്ചെന്നാ പറ്റൂല എന്നാണ് അവർ ഉപദേശിക്കുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഅഹു, നീ അദ്ദേഹത്തെ വിട്, ഫഇന്നൽ ഹയാ, തീർച്ചയായും ഹയാ എന്നത് അൽ ഹയാ ഹയാ കുല്ലഹു എന്നുണ്ട്. അപ്പോൾ അല്ലായ അൽഫാമി സിറാഖിനിക്കാക്ക, അപ്പോൾ എല്ലാ ഹയാവും മിനൽ ഈമാൻ, ഈമാനിൽപ്പെട്ടതാണ്, ഈമാനാൽ ഉണ്ടായിത്തീരുന്നതാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ നീ വിട്ടാളാ. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഹദീസിൻ്റെ വാചകവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാറുണ്ട്. മറ അലാ റജുലിൻ, സാധാരണഗതിയിൽ മറബി റജുലിൻ, മറർത്തു ബിഹി നമ്മൾ ഓതിപ്പോരല്ലേ. ഇവിടെ അലാ ഇമാമിങ്ങൾ പറയുന്നു വിട്ടുകടന്നു, ഇജ്താസ നടന്നുപോയി, വിട്ടുകടന്നുപോയി എന്ന മനാക്കുള്ള മറ. ആ മറ ബാ കൊണ്ടും വിട്ടുകടക്കും, അല കൊണ്ടും വിട്ടുകടക്കും. ബാ കൊണ്ട് മാത്രം എന്നുള്ളത് നമ്മളങ്ങനെ പ്രയോഗിച്ചു വരുന്നു എന്നേ ഉള്ളൂ. സംഗതി യഥാർത്ഥത്തിൽ മറ എന്നതിൻ്റെ മറ ബി റജുലിൻ എന്നും പറയാം, മറ അലാ റജുലിൻ എന്നും പറയാം. ഈ റിവായത്ത് തന്നെ ബി റജുലിൻ എന്നും റിവായത്തുണ്ട്. റജുലിൻ്റെ അരികത്ത് കൂടി എന്ന് പറയാം, ബി റജുലിൻ എന്നും പറയാം, അല എന്നും പറയാം. രണ്ടാരും മറ വിട്ടുകിടക്കുന്നത് തന്നെയാണ്, അല കൊണ്ടും ബി കൊണ്ടും. പിന്നെ മറ്റൊന്ന് ദഅഹു, അദ്ദേഹത്തെ നീ വിട്ടാളാ. സഞ്ചാരിൽ പറഞ്ഞ പ്രത്യേകമായ ഫാഫീൽ മുഴത്തലായ യദഉ,
വദഅ എന്നുള്ളത് വദഅ ഇല്ല എന്നാണ്. വമാതു മാലിയ യദഉ വയദറു അഞ്ചാനില് തഫ്താരിയെ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാനെ കാണാം. യദഉവിൻ്റെയും യദറുവിൻ്റെയും മാലിനെ അവര് കൊന്നു കളഞ്ഞിരിക്കുന്നു. മാലില്ല മുളാരിൻ്റെ യദഉ ഉണ്ട്. അതുപോലെ ഇസ്മു ഫായിലും ഇല്ല എന്നാ, വാദിഅ എന്ന് പറയില്ല എന്നാ. മുളാരി ഉപയോഗിക്കുന്നുണ്ട്, അംറു ഉപയോഗിക്കലുണ്ട്, വേറെ പലതും ഉപയോഗിക്കലുണ്ട്, ഇസ്മു മഫ്ഊൽ ഉപയോഗിക്കലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദഅഹു നീ അദ്ദേഹത്തെ ഒഴിവാക്കിക്കാളാ. മാലിക്ക് പകരം വദഅ എന്ന് പറയുന്നതിന് സമയം തറക്ക എന്നേ ഉപയോഗിക്കുള്ളൂ. ഒഴിവാക്കുന്നവൻ എന്ന മന്നാക്ക് വാദിഅ എന്ന് പറയില്ല, താരിഖ് എന്നേ പറയുള്ളൂ. ഇത് ഭാഷാപരമായ പ്രയോഗങ്ങളാണ്. ചില പ്രയോഗങ്ങൾ അങ്ങനെ ഉണ്ടാവും. ചില വാക്കുകൾ എല്ലാ ഭാഷയിലും ഉണ്ടാവും. ചില വാക്കുകൾ മാത്രമേ ചില വാക്കുകളിൽ നിന്ന് വരുള്ളൂ. അതിൻ്റെ മറ്റു ആശയങ്ങൾക്ക് വേറെ പ്രയോഗങ്ങളായിരിക്കും ഉണ്ടാകുക. ഫൈനൽ ഹയാ തീർച്ചയായും ഹയാ എന്ന് പറയുന്നത് ലജ്ജ എന്ന് പറയുന്ന ഏതുവിധ ലജ്ജയും മിനൽ ഈമാൻ ഈമാനിനാൽ ഉണ്ടായിത്തീരുന്നതാണ്. ഏതുവിധ ലജ്ജ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം, ഒരു സാഹിബുൽ ഹക്ക് ഒരു കാര്യം അവൻ്റെ ഹക്ക് ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലോ, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാതിരുന്നാലോ ഞാനെന്ത് പറയും, ഞാനെന്തിനു കൊള്ളും എന്നുള്ള ആ ഒരു ചിന്താഗതി ഈമാനുള്ളവനക്ക് ഉണ്ടായിത്തീരുള്ളൂ. അത് ഈമാൻ്റെ ഭാഗമാണത്. അതവനെ നന്മയിലേക്ക് നയിക്കും. അവൻ്റെ വക്കലിൽ നിന്ന് വീഴ്ചകൾ വരാതിരിക്കലിലേക്ക് നടക്കും. അവിടെ ഇമാമിങ്ങൾ ചോദിക്കുന്നുണ്ട്, ചില ആളുകൾ ചില വലിയ വലിയ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചില ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ വിരോധിക്കാൻ അവൻ്റെ ലജ്ജ അവന് തടയില്ലേ? അംറും ബിൽ മഅറൂഫ് തടയുന്നില്ലേ? ചില രംഗങ്ങളിലേക്ക് ഒരാൾ ഇറങ്ങിച്ചെല്ലിനെ തൊട്ട് അവനെ ലജ്ജ തടയുന്നില്ലേ? അത് അവൻ്റെ ഖൈറ് തടയുന്നില്ലേ? ഈ ചോദ്യക്കാരൻ മറ്റേ ഉപദേശിക്കുന്ന ഉപദേഷ്ടാവായ വായിലായ അൻസാരി പറഞ്ഞ മാതിരി. അതുപോലെ നീ പറയുന്നതിനെ സംബന്ധിച്ച് ലജ്ജ എന്നല്ല പറയാ, എനിക്ക് പോരായ്മ എന്നാണ് പറയാ. അവൻ പോരാത്തവനാണെന്നുള്ളൊരു ധാരണ, ആ പോരാത്തവനാണെന്നുള്ള ധാരണക്ക് ലജ്ജ എന്ന് പറയുന്നത് അതൊരു സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. യഥാർത്ഥ ലജ്ജ അതല്ല. യഥാർത്ഥ ലജ്ജ അവൻ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലോ അല്ലെങ്കിൽ അവൻ ചെയ്യാതിരിക്കേണ്ടത് ചെയ്താലോ യഥാർത്ഥം അവിവര വിചാരണ ചെയ്യേണ്ട ആളുടെ മുമ്പിൽ ഇവൻ ചെറുതാവൂലേ എന്നുള്ള ആ ധാരണയാണ് ഹയാ. അതല്ലാതെ ഇവനൊരു പോരാത്തവനായി നിൽക്കല്, സ്വന്തം പോരാത്തവനായി അഭിനയിക്കല്, അതിനൊക്കെ പറ്റി ഓനെ പോരാത്തവനെ പറയുള്ളൂ. അതിന് യഥാർത്ഥത്തിൽ ലജ്ജല്ല, അതൊരു ആമ്മയമാനാക്കി ലജ്ജ എന്ന് ഉപയോഗിച്ച് പോരുതാണ് എന്നാണ് ഇമാമിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. ദഅഹൂനി അവനെ ഒഴിവാക്ക്, വിട്ടാളാ, അവൻ്റെ പിന്നിൽ നീ കൂടണ്ട. കാരണം ഫൈനൽ ഹയാ എല്ലാവിധ ലജ്ജയും സാഹിബുൽ ഹക്കിനിക്ക് അവൻ്റെ ഹക്ക് ചെയ്യാതിരുന്നാൽ, അവൻ പറഞ്ഞതനുസരിക്കാതിരുന്നാൽ ഞാൻ അവനോട് എന്ത് പറയും എന്നുള്ള ആ ചിന്ത മുഴുവനും അത് പടപ്പുകളോടാണെങ്കിലും അല്ലാഹുവിനോടാണെങ്കിലും ഉള്ള ആ ഒരു ഹയാ മിനൽ ഈമാൻ ഈമാനിൽപ്പെട്ടതാകുന്നു.